ട്രംപ് അഡ്മിനിസ്ട്രേഷൻ 58 ബില്യൺ ഡോളറിൻ്റെ യുണൈറ്റഡ് നേഷൻ്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്ട്സ്, അപ്പോൾ അത് 90 ദിവസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇന്ത്യയിൽ പലർക്കും ജോലി പോകും. ലോകത്താകമാനം 10,000 കണക്കിന് ഇതുമായിട്ട് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ്, ഡോക്ടേഴ്സ്, പ്രോജക്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ് നഷ്ടപ്പെടുന്നത്. അതിൻ്റെ അകത്ത് 270 പേരെ മാത്രമേ റീറ്റെയിൻ ചെയ്യാൻ സാധ്യതയുള്ളൂ. നിങ്ങൾക്കറിയാം, കോവിഡ് സമയത്ത് കേരളത്തിലെ ഈ പാൻഡമിക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഈ ഹെൽത്ത് അഡ്വൈസറായിട്ട് ഒരാളുണ്ടായിരുന്നു, ഒരു ഡോക്ടറുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടിയൊക്കെ അനുകൂലമായിട്ട് വേണ്ടാത്ത കണക്കുകളൊക്കെ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരാൾ. അപ്പോൾ അയാൾ ഇത് കഴിഞ്ഞിട്ട് അയാൾ UN-ൻ്റെ ജോലിയായിട്ടാണ് പിന്നെ ഡൽഹിയിലോട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ അവരുടെയൊക്കെ ജോലി അങ്ങ് പോകും. അതായത് എന്തുകൊണ്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ കാരണം? അതിന് പല സംഭവങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എയ്ഡ്സിൻ്റെ പ്രോഗ്രാമുണ്ട്. കാരണം ലോകത്ത് പല രാജ്യങ്ങളുമുണ്ട്. അപ്പം അതിൻ്റെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട മെഡിസിൻ സംഭവം ഇത് കംപ്ലീറ്റ് ഡീറെയിലായി പോകും. കാരണം ഹ്യൂജ് ഫണ്ടിങ് ആണ് അമേരിക്കയുടെ. 58 ബില്യൺ ഒരു ഹ്യൂജ് പണമാണ്. ഈ ഡയറക്റ്റായിട്ട് 10,000 പേരുടെ ജോലി പോകുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് 2.5 ലക്ഷം പേരുടെ ജോലിയാണ് പോകുന്നത്. അത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കോൺട്രാക്റ്റുകളുണ്ട്. ഈ കോൺട്രാക്ടേഴ്സിന് അടിയിൽ ജോലി ചെയ്യുന്ന മറ്റു പലരും ഉണ്ട്. അതായത് സിവിലിയൻ കോൺട്രാക്റ്റും മറ്റുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. കാരണം ഹോസ്പിറ്റൽ പണിയുക, കുട്ടികൾക്ക് ഹോസ്പിറ്റൽ പണിയുക, അവർക്ക് ഫുഡ്, ഇത് സംഭവങ്ങളൊക്കെ കൊടുക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം 2.5 ലക്ഷം ജോലിക്കാരുണ്ട്. അവരുടെയും ജോലി നഷ്ടപ്പെടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിത് കണക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ബംഗ്ലാദേശ് നമുക്ക് എടുക്കാം. അപ്പോൾ ബംഗ്ലാദേശിൽ ഈ യുണൈറ്റഡ് നേഷൻ്റെ ഈ അമേരിക്കൻ എയ്ഡ് കട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട്, അതായത് അവിടുത്തെ ഡോക്ടേഴ്സ്, അവിടുത്തെ ഹെൽത്ത്, മറ്റുള്ള ക്ലിനിക്കുകൾ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഹെൽത്ത് വർക്കേഴ്സ്. അപ്പോൾ അവർക്ക് ഏകദേശം 5,000 മുതൽ 6,000 പേരുടെ ജോലിയാണ് നഷ്ടപ്പെടുന്നത്. കുട്ടികൾക്കുള്ള ആഹാരം പോലും കിട്ടാതാകും. ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലാണ്. കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ പറയുന്ന ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളൊന്നും കൂടുതൽ ഡെവലപ്പ് ചെയ്തില്ല. കൂടുതൽ അവർ മതത്തെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ, കാരണം ഈ പ്രോജക്റ്റ് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതങ്ങോട്ട് ബാൻ ചെയ്തതിൻ്റെ എഫക്റ്റ് കയറി വരുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾക്കും ചില കമ്മ്യൂണിസ്റ്റ് ആശയഗതിയുള്ള ആൾക്കാരുണ്ട്. അതായത് ഈ നമ്മൾ പറയുന്ന ഡോക്ടറെ പോലുള്ള കക്ഷികളൊക്കെയുണ്ട്. ഇവരുടെ വെടി അങ്ങ് തീരുന്നത്. പിന്നെ ഇത് സ്പെസിഫിക്കായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഈ UN, അമേരിക്കൻ പണം വാങ്ങി നടത്തുന്ന UN-ൻ്റെ അധികം അകത്ത് പ്രോജക്ട്സിൻ്റെ അകത്ത് 90% പേരും ഇടതുപക്ഷ സൂടാപ്പികളാണ്, തേർഡ് വേൾഡ് രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവർ ഈ പ്രോജക്ട്സൊക്കെ, നിങ്ങൾ പല പ്രോജക്ട്സും നോക്കിക്കോണം, ഇതിനകത്ത് അധികം പേരും ഈ മത തീവ്രവാദ രീതിയിലുള്ളവരും ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ലെഫ്റ്റ് ലിബറൽസ് ആ സംഭവങ്ങളാണ്. ഇവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടി ഈ ട്രംപിനെ, റിപ്പബ്ലിക്കൻ പാർട്ടിയും ഈ വലതുപക്ഷ രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്ത് അതിനെ ടാർണിഷ് ചെയ്യാൻ ഇവർ ശ്രമിക്കാറുണ്ട്. ഞാൻ ഈ പറയുന്നത് അതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കും. ഇവരെല്ലാം ബുദ്ധിജീവികളെന്ന് പറഞ്ഞ ധാരണയിൽ മേടിക്കുന്ന അമേരിക്കൻ പണം, വർക്ക് ചെയ്യുന്ന യുണൈറ്റഡ് നേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇവർ ഈ പറയുന്ന സോഷ്യൽ സർവീസ്, ഇതെല്ലാം അമേരിക്കൻ പണമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇവർ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ലെഫ്റ്റ് ലിബറലും പിന്നെ ഒരു മത തീവ്രതയുമാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ജോലി തെറിക്കാൻ പോകുന്ന ഇവർക്കാണ്. ഇത് നേരത്തെ ട്രംപ് പ്രസിഡൻ്റായ സമയത്ത് ഇതിനെപ്പറ്റി പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം യുണൈറ്റഡ് നേഷനോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഓണസ്റ്റായിട്ടുള്ള ആൾക്കാരെ എടുക്കുക, ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തെയും ഒരു പ്രത്യേക മതവിഭാഗത്തെയും കൂടുതലെടുത്ത് നശിപ്പിക്കരുത്. കാരണം അത് പറഞ്ഞ കാര്യം, അത് അമേരിക്കയാണ് ഇതിൻ്റെ മേജർ ഫണ്ടിങ് തരുന്നത്, നിങ്ങളെ സഹായിക്കുന്നത്. പക്ഷെ അതിൻ്റെ യഥാർത്ഥ ഗുണം കിട്ടുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ്, ഈ ലെഫ്റ്റ് ലിബറൽസിനും ഈ സുഡാപ്പികൾക്കുമാണ്. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമായ അമേരിക്കയിൽ നിന്നും
യുണൈറ്റഡ് നേഷൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് ഫണ്ട് വരുന്നു. അത് ഈ പറയുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ കമ്മ്യൂണിസ്റ്റുകാരും സുഡാപ്പികളും അവരുടെ ആൾക്കാർക്ക് വീതം വെച്ച് കൊടുക്കുന്ന പ്രോജക്റ്റായിട്ട് മാറി. ഈ എയ്ഡ്സിൻ്റെ പ്രോജക്റ്റ് തന്നെ ഏറ്റവും കൂടുതൽ അതിൻ്റെ കണക്ക് ഞാൻ എടുത്തു നോക്കി. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും പല രാജ്യങ്ങളും ആർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു ലെഫ്റ്റ് ലിബറൽ സുഡാപ്പികൾക്കാണ് ഇവർ കൊടുക്കുകയുള്ളൂ. കാരണം അവരെ വെച്ചാണ് ഈ സംഭവം നിറച്ചിരിക്കുന്നത്. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻ്റെ പല പ്രോഗ്രാമിൻ്റെ ഇൻസ്പെക്ഷനും അതും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ആൾക്കാരെ ഇതിൻ്റെ മുഴുവനും നിറഞ്ഞിരിക്കുന്നത്. ഇവൻ്റെയൊക്കെ ജോലി അങ്ങ് പോവുക. ഇതിനകത്ത് ട്രംപ് പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം ഇവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. ഇവർക്ക് വേറെ അജണ്ടയുണ്ട്. പക്ഷെ ഉപയോഗിക്കുന്ന അമേരിക്കൻ പണം. ഇത് ഉറപ്പായിട്ട് ഇത് ലോകത്തെ ശരിക്കും ബാധിക്കും. കാരണം ഈ എയ്ഡ്സിൻ്റെ പല പ്രോജക്ട്സിനും കാരണം ഒന്നുമല്ലാതായി മാറി. ഇപ്പം ഞാൻ ഈ ബംഗ്ലാദേശിൻ്റെ കണക്ക് പറഞ്ഞു. മറ്റുള്ള തേർഡ് വേൾഡ് രാജ്യങ്ങൾ ശരിക്കും ഡീപ്പായിട്ട് ഇത് കയറി അങ്ങ് ബാധിക്കും. ഇവരൊക്കെ ഇത് $58 ബില്യൺ എന്ന് പറഞ്ഞ ഹ്യൂജ് എമൗണ്ടാണ്. അതുകൊണ്ടാണ് ഓരോ വർഷം അമേരിക്ക കൊടുക്കുന്നതാണ് പല പ്രോജക്ട്സിന്. ഇതുകൊണ്ട് മാത്രം സർവൈവ് ചെയ്യുന്ന ഒരു സംഭവം യുണൈറ്റഡ് നേഷൻ. ഇവർ അവസരം കിട്ടുമ്പോഴൊക്കെ അമേരിക്കയെ അറ്റാക്ക് ചെയ്യുക, അവസരം കിട്ടുമ്പോഴൊക്കെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുക, അവസരം കിട്ടുമ്പോൾ ഇന്ത്യ അറ്റാക്ക് ചെയ്യുക. കാരണം ഇവർ ഓരോ ഇൻഡെക്സും സംഭവങ്ങളൊക്കെ കയറി വന്ന് പൂർണ്ണമായും തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചില പട്ടിണി രാജ്യങ്ങൾ ഭയങ്കര രാജ്യങ്ങളായിട്ട് ഉയർത്തി കാട്ടുക, അവിടെ ഭയങ്കര മനുഷ്യത്വം നടക്കുന്നു, അവിടെയാണ് ഏറ്റവും വലിയ ഹെൽത്തിൻ്റെ സംഭവം നടക്കുന്നത്. ഈ യുണൈറ്റഡ് നേഷന് തന്നെ ഈ പറയുന്ന ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് അവർ നേരത്തെ ഒരു റിപ്പോർട്ട് എടുത്തു. ക്യൂബയിലും വെനിസ്വേലയിലാണ് ഏറ്റവും വലിയ ഹെൽത്തിൻ്റെ സംഭവം നടക്കുന്നത്. ആലോചിച്ച് നോക്കി, ഇതേപോലെ പൊട്ടത്തരം റിപ്പോർട്ടുകൾ ആർക്ക് വേണ്ടി ഉണ്ടാക്കി വിടുന്നത്? ചില ഇസ്ലാമിക രാജ്യത്ത്. അതൊക്കെ തമാശയാണ് ഇവരുടെ റിപ്പോർട്ടുകളല്ല. എന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്ന ആരെ? US-ൻ്റെ പണം. അതുപയോഗിച്ച് തെറ്റായ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി വിടുക. പിന്നെ ഇവരുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, പല പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഇതിൻ്റെ എന്താണ് ഇത് കിട്ടേണ്ടത്, അത് കിട്ടുന്നില്ല. കാരണം ഇവർ ഈ പണം എടുത്തിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇപ്പം അജണ്ട മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസി മേക്കേഴ്സ് ആണെങ്കിലും റിപ്പബ്ലിക്കിൻ്റെ സീനിയർ ലീഡേഴ്സ് ഇത് നേരത്തെ പറഞ്ഞത് ഇതിനെ ദൂരെ കളയാണ്. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സംഭവമുണ്ട്. യുണൈറ്റഡ് നേഷൻ എന്ന് പറഞ്ഞ സാധനത്തെ പോലും അമേരിക്ക ചവിട്ടിക്കൂട്ടി ദൂരെ കളയും. അതുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് കേട്ടോണം. ഈ ട്രംപ് അധികാരത്തിൽ വന്നിട്ട് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അകത്ത് നേരത്തെ സ്ഥിരമായിട്ടും ഇസ്രായേലിനെതിരെ അങ്ങ് ഓരോ രീതി സംഭവം ഉണ്ടായിക്കൊണ്ടിരുന്നു. അത് പ്രസ്താവന, ഈ പ്രസ്താവന, ആ വോട്ടെടുപ്പ്, ഈ വോട്ടെടുപ്പ്. ആലോചിച്ച് നോക്കുക. ട്രംപ് വന്ന ശേഷം ഇവന്മാരതിനെപ്പറ്റി മിണ്ടിയോ? ഇവർക്ക് പേടിയേ. കാരണം ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ മുകളിൽ അമേരിക്ക ഒരു ബാൻ ചെയ്തു, സാങ്ഷൻ ഇമ്പോസ് ചെയ്തു. ഇപ്പോൾ യുണൈറ്റഡ് നേഷനിലെ സീനിയർ ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു സംഭവം, അവർക്ക് പേടിയെ എന്നാ ഈ പുല്ലെല്ലാം കൂടെ അയാളെടുത്ത് ദൂരെ പോകുമോ, എടുത്ത് ചവിട്ടിക്കൂട്ട് ദൂരെ കളയുന്ന പേടിയായി. കാരണം പുള്ളി അതിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു മയവുമില്ലേ. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻ്റെ ആളാണെന്നും പറഞ്ഞ് കേരളത്തിലെ ആൾക്കാർ ഞെളിഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അത് ചെയ്യുന്നു, ദുരന്തം ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, കോടചക്രം ചെയ്യുന്നു. ഇവരൊക്കെ എന്തോ ചെയ്യുവാണെന്നുള്ളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ അമേരിക്കൻ ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞു. ഇവരെ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇവരെന്താ ചെയ്യുന്നത്? എന്ത് ഡെലിവറിയാണ് ചെയ്യുന്നത്? ഇവരേത് പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്നത്? അപ്പം ഇവരുടെ എല്ലാം കൂടെ എഫിഷ്യൻസി എന്ന് പറയുന്ന സംഭവം ഒരു സീരിയസ് ആയിട്ട് അമേരിക്ക കാണുന്ന ഇഷ്യൂ ആണ്. ഇത്രയും പണമാണ് അമേരിക്ക കൊടുക്കുന്നത്. പക്ഷേ ഇവരെന്താണ് ഡെലിവറി ചെയ്യുന്നത്? ഈ ഡെലിവറി ചെയ്യുന്ന ആർക്കാണ് കിട്ടുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന യുണൈറ്റഡ് നേഷനാണ് അതിൻ്റെ പല സംഘടനകൾ ഇത് പുല്ലായിട്ട് ദൂരെ കളയാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ 4 വർഷം ഭരിക്കുമ്പോൾ യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവമാണ് UN ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് UN AIDS. അതായത് അതിൻ്റെ പ്രോജക്ട്സും പരിപാടികളും ഇത്ര ആൾക്കാർ വലിയൊരു ശൃംഖലയാണിത്. ആലോചിച്ച് നോക്കെ, ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് 10,000, ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് 2-2.5 ലക്ഷം പേര്. ഒറ്റയടിക്ക് ദൂരെ പോകാമെന്ന് പറയുമ്പോൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇത് മുഴുവനെ റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരും. കാരണം ആവശ്യമുള്ളവരെ മാത്രം നിർത്തും, അല്ലാത്തതിനെടുത്ത് പുറത്തെ. അമേരിക്കൻ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഫെഡറൽ ജോലിക്കാരെ എടുത്ത് പുറത്ത് കളയുന്ന ആളായി അയാൾ. പിന്നെയാണ് യുണൈറ്റഡ് നേഷൻ്റെ കാര്യം. അതായത് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ഈ പറയുന്ന ബംഗ്ലാദേശിനും ചില കമ്മ്യൂണിസ്റ്റ് ലിബറൽ ചിന്താഗതിയുള്ള രാജ്യങ്ങൾക്കും, പിന്നീട് ഈ മത തീവ്രമായിട്ടും നിർത്തുന്ന ബംഗ്ലാദേശും മറ്റുള്ള രാജ്യങ്ങൾക്കും അടിയെന്ന് വെച്ചാൽ വലിയ അടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇവർക്കും
നൂർന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അടിയാണ് കിട്ടിയിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ എക്സിക്യൂട്ടീവ് ഓർഡറിനകത്ത് ഈ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, അതായത് ലോകത്തിലുണ്ടാകാൻ പോകുന്നൊരു മാറ്റമുണ്ട്. കാരണം വളരെ വർഷം കൊണ്ട് നർച്ചർ ചെയ്ത് എടുത്തുകൊണ്ട് വന്ന സംഭവമാണ് ഈ മത തീവ്രതയെ സപ്പോർട്ട് ചെയ്യുന്ന ഇതേപോലെ ഇൻ്റർനാഷണൽ NGOs സംഭവങ്ങൾ. അതിനെയൊക്കെ വെടി തീർക്കും എന്നുള്ളത് തന്നെയാണ് ട്രംപ് എടുത്തിരിക്കുന്ന പ്രതിജ്ഞ. അതിൻ്റെ ഭാഗമായിട്ടാണ് യുണൈറ്റഡ് നേഷൻ്റെ ഓരോ പ്രോഗ്രാമും ചാർട്ടുകളോട് ദൂരെ കളയുന്നത്. പിന്നെ അടുത്ത യുണൈറ്റഡ് നേഷൻ എപ്പോഴും എടുത്ത് കളയുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം.